ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ സ്റ്റോർ റൂമിൽ 500 നോട്ടുകെട്ടുകൾ കത്തിക്കുന്ന സംഭവമില്ലേ? അതിനെക്കുറിച്ച് പിന്നെ വേറെ വിവരമൊന്നും കേട്ടില്ലല്ലോ. ശരിയാണല്ലോ, ഇതിപ്പോ 3 ആഴ്ചയായല്ലോ. എന്നാ അറിഞ്ഞോ, 3 ആഴ്ചയായിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പകരം തീരുവ, മണിപ്പൂർ കലാപവും രാഷ്ട്രപതി ഭരണവും തുടങ്ങി ആശാവർക്കർമാരുടെ സമരം, സിനിമാ വിവാദം, ഗുജറാത്ത് കലാപം വീണ്ടും ഉണർത്താനിടയായ സിനിമയുടെ നിർമ്മാതാവിനെതിരെ ഇന്നലെ നടന്ന വ്യാപക റെയ്ഡ്, വീണ വിജയന്റെ CMRL സാമ്പത്തിക കേസ് തുടങ്ങിയ കോലാഹലങ്ങളിൽ നമ്മുടെ ജസ്റ്റിസിന്റെ അഴിമതി പണം കത്തിയെറിഞ്ഞത് ഒരു ചർച്ചയ്ക്ക് പോലും വഴിവെക്കാതെ പോയി. ഇത്രയും വ്യക്തമായ തെളിവുണ്ടായിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടും എന്താ കേസ് എടുക്കാതിരുന്നേ? ഒരു സാധാരണക്കാരനായ ഒരാളുടെ വീട്ടിലാണെങ്കിൽ 5 ചാക്ക് നോട്ട് കത്തിയതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ രീതി. അതൊരിക്കലും ആയിരിക്കില്ലല്ലോ. മാർച്ച് 14 രാത്രിയിലാണ് യശ്വന്ത് വർമ്മയുടെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന നോട്ടുകെട്ടുകൾക്ക് അബദ്ധത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ സംഭവ സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിലില്ല, ഭോപ്പാലിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകളും ജോലിക്കാരനുമാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഫയർഫോഴ്സ് വന്നപ്പോഴേക്കും ഏകദേശം കത്തിത്തീർന്നു. അപ്പോൾ പാതി കരിഞ്ഞ കറൻസിയുടെ വീഡിയോയും വിവരങ്ങളും ഒക്കെ പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിന് വാട്സപ്പ് മുഖേന കൈമാറി. തീപിടുത്തുണ്ടായ സ്റ്റോർ റൂമിൽ നിന്ന് കത്തിക്കരിഞ്ഞ ചില വസ്തുക്കൾ നീക്കം ചെയ്തതായിട്ടാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. എന്തായാലും ഈ കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളായിട്ട് തനിക്കൊരു ബന്ധമില്ലെന്നും ഈ വസതിക്ക് പുറത്തുള്ള സ്റ്റോർ റൂം പൂട്ടാറില്ല, അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുമായിരുന്നു ഈ ജസ്റ്റിസിന്റെ വിശദീകരണം. അപ്പൊ ആ വീഡിയോ കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ തനിക്കെതിരായ എന്തോ നീക്കം നടക്കുന്നതായിട്ടായിരുന്നു ജസ്റ്റിസ് പറഞ്ഞത്. ഇത്രയധികം പൈസ ഇങ്ങനെ ജഡ്ജിയുടെ സ്റ്റോർ റൂമിൽ എത്തിയത്? ഈ കത്തിക്കരിഞ്ഞ നോട്ടുകളൊക്കെ അവിടുന്ന് നീക്കം ചെയ്തതാരാ? പാതി കത്തിയ നോട്ടുകൾ ഔട്ട് ഹൗസിൽ കണ്ടിട്ടും എന്തുകൊണ്ട് ആ ഏരിയ സീൽ ചെയ്യാതിരുന്നത്? കത്തിയതിന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? സ്റ്റോർ റൂമിൽ മൊത്തം എത്ര കോടി രൂപ ഉണ്ടായിരുന്നു? സ്റ്റോർ റൂമിൽ മൊത്തം 50 കോടി രൂപ ഉണ്ടായിരുന്നു എന്നതൊഴികെ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരവില്ല. അത് മാത്രമല്ല, ഈ പോലീസ് കമ്മീഷണർ ചീഫ് ജസ്റ്റിസിനെ അറിയിക്കാൻ 17 മണിക്കൂറിലധികം സമയം എന്തുകൊണ്ടെടുത്തു? ഈ 17 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു? ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കിട്ടിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവിയുടേതായി വ്യാജ സന്ദേശം ആദ്യം പ്രചരിപ്പിച്ചതാരാണ്? അതിന്റെ പേരിൽ എന്തെങ്കിലും നടപടികൾ എടുത്തോ? ജസ്റ്റിസിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ എന്തിനു ഒളിപ്പിച്ചു വെക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായ മറുപടിയില്ല. സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് വർമ്മയുടെ രാജി വാങ്ങാനെങ്കിലും കഴിയുമോ? ഇല്ലെങ്കിൽ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടിക്ക് ശുപാർശ ചെയ്യുന്ന മാത്രമായിരിക്കും ഇനി ഒരു പോംവഴി. ഇംപീച്ച്മെന്റ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി സൗമിത്ര സെന്നെ രാജ്യസഭ ഇംപീച്ച് ചെയ്തിരുന്നു. പക്ഷേ ലോക്സഭ ഇംപീച്ച് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം രാജിവെച്ചു. രാജിക്ക് ശേഷം ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉണ്ടായില്ല. അത് മാത്രമല്ല, വിരമിക്കലിന് ശേഷമുള്ള എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ വർദ്ധിച്ചു വരുന്ന പുഴുക്കത്തുകളെ നിയന്ത്രിക്കാൻ ഇംപീച്ച്മെന്റിനും കഴിയില്ല. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നിർമ്മൽ യാദവിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ 15 ലക്ഷം രൂപ അടങ്ങിയ ഒരു ബാഗ് കണ്ടെത്തിയിരുന്നു. അഴിമതി പണമാണിതെന്നായിരുന്നു ആരോപണം. എന്തായാലും CBI അന്വേഷിച്ച കേസിൽ ഇന്നേ വരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് 2009-ലായിരുന്നു. 2019 മെഡിക്കൽ കോളേജിന് അനുകൂലമായ നിയമവിരുദ്ധമായ പ്രതിഫലം സ്വീകരിച്ചതായി ആരോപിക്കപ്പെട്ട അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി നരേൻ ശുക്ലയ്ക്കെതിരെ CBI അന്വേഷണം ഉണ്ടായിരുന്നു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഓൾറെഡി ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചുകൊണ്ടേ പറ്റൂ.